പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്നൊരു പുളിങ്കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിട്ടുള്ളത് ചൗ എന്നുള്ള പച്ചക്കറിയാണ്. അതുകൊണ്ട് നമുക്കൊരു പുളിങ്കറി തയ്യാറാക്കാം. ഊണിന് വളരെ രസകരമായ ഒരു വിഭവമാണ് ചൗ കൊണ്ടുള്ള പച്ചക്കറി. ഇപ്പോൾ വരും, നമുക്കത് തയ്യാറാക്കാം. ചൗ ചെറിയ 3 ചൗ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കിലോ ഒക്കെ വരും. ഇത് ചാലൊക്കെയുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി ആ ചാലിലൊക്കെ വല്ല പൊടിയോ പടലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇത് മൂത്തതല്ല. ഇതിൻ്റെ ആകെ നമ്മളിങ്ങനെ വെച്ച് നോക്കിയാൽ പിന്നെ ഇങ്ങനെ കയറി പോകുന്നുണ്ടെങ്കിൽ മൂത്തതല്ല. മൂത്തതാണെങ്കിൽ നമ്മൾ തൊലി ചെത്തിക്കളയണം. ഇതധികം മൂത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മുറിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ നല്ലോണം മൂത്തിട്ടാണ് എങ്കിൽ ഇതിൻ്റെ തൊലി പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ മുറിച്ച് കളയണം. അത് നമ്മൾ മുറിച്ചു കഷ്ണങ്ങളാക്കി. പുളിങ്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്ന. ഊണിന് മാത്രം പറ്റുന്ന കറിയാണ് പുളിങ്കറി. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ മുറിച്ച് പച്ചക്കറിയൊക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ച് എല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിൽ ഇനി നമുക്ക് ഇതിനെ ഒരു കൽച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഉണ്ടാക്കാം. കൽച്ചട്ടിയിൽ തയ്യാറാക്കാം. നാടൻ കറികൾക്കൊക്കെ ഒന്നെങ്കിൽ മൺചട്ടി അല്ലെങ്കിൽ കൽച്ചട്ടി വളരെ നല്ലതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളകും മല്ലിയും തേങ്ങയും കൂടെ വറുത്ത് പൊടിച്ച പൊടിയാണ് ഇടുന്നത്. നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. തേങ്ങ, മഞ്ഞൾ, മുളക്, മല്ലി ഇതൊക്കെ കൂടി പൊടിച്ച പൊടിയാണ്. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കായമൊന്നും ഇടുന്നില്ല എന്നേ ഉള്ളൂ. പുളി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൽ വാളൻപുളിയാണ് ചേർക്കുന്നത്. പുളിങ്കറിയാണല്ലോ തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കുക. കുറച്ചൊരു വേവുള്ള പച്ചക്കറിയാണ്, ഒത്തിരി നേരം വേണം. വളരെ പോഷകസമൃദ്ധമായിട്ടുള്ളൊരു കറിയാണ്. നമ്മളതിനെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കുക. വള്ളിയിലുണ്ടാകുന്ന ഒരു കായാണിത്. വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ ഇളം മഞ്ഞ നിറമുള്ളതും ഉണ്ടാവാറുണ്ട്. വയനാട്ടിലൊക്കെ ഒരു ക്രീം കളറ് ആയിട്ടുള്ളതാണ് ഉണ്ടാകുക. നെയ്ക്കുമ്പളെന്നും പറയും ഇതിന്. ചച്ചക്ക, നെയ്ക്കുമ്പളം, ചൗ ഇങ്ങനെ പല പേരിലാണ് പല പ്രദേശത്തും അറിയപ്പെടുന്നത്. തോരൻ വയ്ക്കാനും ഇത് നല്ലതാണ്.
ഇത് നട്ടാൽ ഒരുപാടുണ്ടാവും. പന്തലിലൊക്കെ കയറ്റി കൊടുത്താൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാവും. ഏത് കറിയും തിളയ്ക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയല്ലേ, വളരെ ചലനാത്മകമായ ഒരു ദൃശ്യം. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അതിങ്ങനെ ഇളക്കി തിളച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ. കൽപ്പാത്രത്തിൽ കൽച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചാലും കുറേ നേരം അതങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. ആ പാത്രം വലിച്ചെടുക്കുന്ന ചൂട് പെട്ടെന്ന് പാചകം ചെയ്യാൻ നല്ലതാണ്. പക്ഷെ സൂക്ഷിക്കണം, നമ്മുടെ കൈയൊക്കെ തട്ടിപ്പോവാതെയോ ഒക്കെ ശ്രദ്ധിക്കണം. കൽച്ചട്ടിയിലെ പാചകം വളരെ രുചികരമായ ഒരു ഇതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. തിളച്ച് മറിഞ്ഞ് അത് പാകമായി വരികയാണ്. ഇപ്പം അതിലെ അരപ്പുകളൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ വറുത്ത് പൊടിച്ചിട്ട കോക്കനട്ട്, മല്ലി, മുളക് ഒക്കെ. നമുക്കിത് കടുക് വറുത്തിടണം. പുളിങ്കറിയല്ലേ, കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക്, മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, അത്രയും സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉലുവയൊന്നും ഇതിലിട്ടിട്ടില്ല. വളരെ സിമ്പിളായ കറി, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി. വെറൈറ്റി ആയ പച്ചക്കറികൾ കൊണ്ട് വെറൈറ്റി ആയിട്ട് ഓരോ കറികളൊക്കെ തയ്യാറാക്കുക. നമ്മളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് കൊണ്ടുപോകുക. പുളിങ്കറിയാണ്. ഭയങ്കര രസമായി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കളറും ഒക്കെ കൂടി ഭയങ്കര രസമാണ്. കറിവേപ്പില വെച്ചിട്ട് നമുക്കതിനെ അലങ്കരിക്കാം. ഇങ്ങനെ കാണാൻ രസമാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് വേണമെങ്കിൽ ഒരു സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. നല്ല ഭംഗി അത് കാണാൻ. എനിക്കിഷ്ടമാണ് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട്. അതിൻ്റെ മുകളിൽ അതിങ്ങനെ വറുത്തിട്ടതൊക്കെ ഇങ്ങനെ കരിഞ്ഞ കറുപ്പ് കളറായിട്ടും ചുവപ്പ് കളറായിട്ടും ഒക്കെ കിടക്കുന്ന ഒരു പച്ച ഇലകളും മഞ്ഞ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് കൽച്ചട്ടിയിലിരുന്ന് പാകപ്പെടുകയാണ്. നമ്മളൊരു ഡിഷിലേക്ക് പകർന്നെടുക്കുകയാണ്. വെള്ള കളറുള്ള പാത്രത്തിലാവുമ്പോൾ അതിൻ്റെ കളറ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. മഞ്ഞയും ഒരു ബ്രൗണും കൂടി കലർന്ന ഒരു കളറാണ്. നമുക്കിത് ഡൈനിങ് ടേബിളിലേക്ക് എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ പണി. പുളി ചേർക്കുന്നു. പുളിങ്കറിയാണ്. ചോറിൻ്റെ കൂടെ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ 3 ചവ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല രസമാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും. പുളിയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഊണ് കഴിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ വെറൈറ്റി ആയ പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കുക. ഇതിൽ അങ്ങനെയൊക്കെ ഒരുപാട്
നെയ്യോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. സാധാരണ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും മാത്രം. ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുക്, മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് ഇടുന്നു. വളരെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് ഊണിന്. നമ്മൾ മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ ഒക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിലിരുന്നതിന് ശേഷമേ സെർവ് ചെയ്യാൻ എടുക്കാവൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചൗചൗ കൊണ്ടുള്ള വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.